സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് ആണ് നടപ്പിലാക്കുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമല്ലെന്നും സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയാൽ സ്വകാര്യ ആശുപത്രികൾ വളരുകയും സർക്കാർ ആശുപത്രികൾ പൂട്ടുകയും ചെയ്യുമെന്നത് വിചിത്രമായ വാദമാണ്. നിലവിലും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെടുത്തിയാണ്. ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും പങ്കാളികളാകും. വാഗ്ദാനം ചെയ്ത പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യും. ആരോഗ്യ വകുപ്പിനെയും ധനകാര്യ വകുപ്പിനെയും പദ്ധതി നടത്തിപ്പിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ജനങ്ങളുടെ ചികിത്സാ ചെലവ് ലഘൂകരിക്കുന്നതിന് ഇത് പ്രയോജനപ്പെടും. ഇൻഷുറൻസ് കമ്പനികളുമായി ചർച്ച ചെയ്ത ശേഷമാണ് പദ്ധതി നടപ്പിലാക്കുക. മെഡിസെപ് പദ്ധതിയെക്കുറിച്ച് നിലവിൽ ഒരുപാട് പരാതികളുണ്ട്. സംസ്ഥാനത്ത് അപൂർവ രോഗങ്ങളടക്കം വർദ്ധിക്കുന്ന സാഹചര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാർ, ഗവൺമെന്റ് ഒരു ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തിയാൽ മെഡിക്കൽ കോളേജ് അടച്ചുപൂട്ടി പോകുമെന്നും ഗവൺമെന്റ് ആശുപത്രി അടച്ചുപൂട്ടി പോകുമെന്നും സ്വകാര്യ ആശുപത്രികൾക്ക് ലാഭം കിട്ടുമെന്നുള്ള വിചിത്രമായ ഒരു വാദമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഈ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ 2000 ചില്ലാൻ കോടി കൊടുക്കാനുള്ളതിൽ ഏറ്റവും കൂടുതൽ തുക കൊടുക്കാനുള്ളത് എവിടെയാ? സ്വകാര്യ ആശുപത്രികളിലാണ്. ഇപ്പോഴത്തെ ഇൻഷുറൻസ് പ്രോജക്റ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും സ്വകാര്യ ആശുപത്രികളെ കൂടി ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഒരു ഇൻഷുറൻസ് പദ്ധതി ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ ആ ഇൻഷുറൻസ് പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് അവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അതിനർത്ഥം എല്ലാവരെയും നമ്മൾ മെഡിക്കൽ കോളേജിലേക്കും എല്ലാവരും ഗവൺമെന്റ് ആശുപത്രിയിലേക്കും കൊണ്ടുവരിക എന്നതാണ്. ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും പങ്കാളികളാകും. അത് സ്വകാര്യ ആശുപത്രികളെ പങ്കാളികളാക്കിയില്ലെങ്കിൽ അതിനർത്ഥം നല്ല ചികിത്സ നിഷേധിക്കുന്നു എന്നാണ് ഇൻഷുറൻസിലെ ഗുണഭോക്താക്കൾക്ക്. പ്രാരംഭ ചെലവുകൾക്കും DPR തയ്യാറാക്കുന്നതിനും വേണ്ടി നമ്മൾ വാഗ്ദാനം ചെയ്ത ആ പദ്ധതി നടപ്പാക്കുക തന്നെ ചെയ്യും. സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമല്ല. കഴിഞ്ഞ സർക്കാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തുടങ്ങിയതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർ, സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ നമ്മൾ ഉദ്ദേശിച്ച സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമായിട്ടുള്ളതല്ല. അത് പുതിയതായി കഴിഞ്ഞ സർക്കാർ ഫെബ്രുവരി മാസത്തിൽ കൊടുത്തു തുടങ്ങിയതാണ്, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട്. അത് സംബന്ധിച്ചൊരു തീരുമാനം ഈ സർക്കാർ എടുത്തിട്ട് അറിയിക്കും. UDF സർക്കാർ പ്രഖ്യാപിച്ച 3000 ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടാകില്ല. ജനങ്ങളോട് നൽകിയ വാഗ്ദാനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കും. മുടങ്ങാതെ പെൻഷൻ നൽകാൻ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.